ഡൽഹിയിലും പരീക്ഷാ ക്രമക്കേടിൽ വലിയ പ്രതിഷേധമാണ് നടന്നത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് SFI നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞിരുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഒരു പ്രതികരണത്തിലേക്ക് പോയിട്ട് കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. അതായത് വിദ്യാഭ്യാസ മേഖല ഉപയോഗിച്ച് കാശ് സമ്പാദിപ്പിക്കുക, കാശുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും ഒരിഞ്ച് പിന്നോട്ട് പോകത്തില്ല. ശക്തമായ പ്രതിരോധം പാർലമെന്റിലോട്ട് മാർച്ച്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അരവിന്ദ്, CBI അന്വേഷണം അടക്കം ഇത്തരത്തിൽ എല്ലാ അന്വേഷണവും അതിൻ്റെ മുറയ്ക്ക് നടക്കുമെന്ന് പറഞ്ഞിട്ടും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഇന്ന് ഡൽഹിയിലും ഉണ്ടായത്. SFIയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി. അത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന രീതിയിലേക്ക്, പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ മാറിയല്ലേ? ശക്തമായ പ്രതിഷേധമാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുന്നിൽ SFIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. SFIക്ക് മുൻപ് തന്നെ NSU അടക്കം ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അവർ കൃത്യമായി തന്നെ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതാദ്യമായല്ല ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ക്രമക്കേട് നടക്കുന്നത്. നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ ശക്തമായ താക്കീത് കഴിഞ്ഞ തവണ ഈ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് ഉണ്ടായപ്പോൾ പറഞ്ഞതാണ്. അന്ന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച വാദമെന്ന് പറയുന്നത് തങ്ങൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു, ഇനി ഒരു ക്രമക്കേട് നടക്കില്ല എന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞ തവണ ഉണ്ടായ ക്രമക്കേടിന്റെ തുടർ കഥയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കുവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഒരു അഴിമതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നീറ്റ് പരീക്ഷാ ക്രമക്കേടിലൂടെ വ്യക്തമാകുന്നതെന്ന് പ്രതിപക്ഷ സംഘടനകളും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളും വ്യക്തമാക്കുന്നു. അല്പസമയം മുമ്പാണ് SFI പ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തി ശക്തമായ പ്രതിഷേധം നടത്തിയത്. അതിനു മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ വിന്യാസം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നമ്മൾ കണ്ടത്. SFI ദേശീയ പ്രസിഡന്റ് ആദർശം സജി അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം അടിച്ചമർത്താൻ ശ്രമിച്ചാലും തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥി സംഘടനകൾ ഒരുമിച്ച് കൊണ്ടൊരു പ്രതിഷേധത്തിന് കൂടി ഇപ്പോൾ തയ്യാറെടുക്കുന്നുവെന്ന സൂചനകൾ ലഭിക്കുന്നു. വരും ദിവസങ്ങളിലും പരീക്ഷാ ക്രമക്കേട് ഡൽഹിയിലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.